ഗൈസ് എല്ലാവർക്കും നേവിംഗ് ഗെയിംസിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും കൂടെ സ്വാഗതം. സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ്. സോ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഗൈസ് ഞാൻ കുറച്ച് മുമ്പേ ആണ് ഈ കോബൽസ്, അതായത് എങ്ങനെയാണ് ഈ സ്റ്റോൺ ജനറേറ്റർ. സോ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലേ എൻ്റെ റിസോഴ്സസ് എന്ന് പറഞ്ഞാലാണ് ഞാൻ പാക്ക് മൈൻക്രാഫ്റ്റ് റിസോഴ്സ് ഉണ്ടാക്കിയത് ആ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാനാണ്. പക്ഷെ എനിക്ക് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമൊന്നും കിട്ടിയില്ല. പിന്നെ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ്, അതായത് മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് സർവേൻ്റെ പാർട്ട് 3 കാണാത്തവരാണെങ്കിൽ ഞാൻ ആ ചാനൽ പോയി കാണുക. അതിനകത്ത് എൻ്റെ സീഡ് ഇട്ടിട്ടുണ്ട്. ഞാനിത് ഇന്നലെയാണ് കൊണ്ടാണ് ഇട്ടത്. പിന്നെ ഇത്തിരി മുമ്പേ ഉള്ളൂ ഞാൻ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണ വീഡിയോ ഇട്ടിട്ട്. നിങ്ങളത് കാണാൻ ഈ വീഡിയോ കാണണമെങ്കിൽ നേരെ അതും കൂടെ കണ്ടിട്ട് വരിക. റെഡ് സ്റ്റോൺ അല്ല വേണ്ടത്, നമുക്ക് 20 അയണും 4 ചെസ്റ്റുമാണ് വേണ്ടത്. ഒരു ഹോപ്പർ ഉണ്ടാക്കാനായിട്ട് 5 അയൺ വേണം. അപ്പോഴത്തേക്ക് ഞാനത് ഒന്നും കൂടെ ചെക്ക് ചെയ്തായിരുന്നു. റെഡ് സ്റ്റോൺ അല്ല, ഞാനതിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഗൈസ്, പിന്നെ നമ്മൾ ഇന്നലെ സ്റ്റോറേജ് ഉണ്ടാക്കിയില്ല. അപ്പം ഞാനിന്ന് എപ്പോഴും പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ നമുക്ക് സിൽ ടച്ച് വേണം മറ്റേ സ്റ്റോൺ ഇതാക്കാനായിട്ട്. എൻ്റെ സ്റ്റോൺ കിട്ടാനായിട്ട് കോബൽ സ്റ്റോൺ ഫാമാണ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ എൻ്റെ വീട് ഫുള്ളും പോളിഷ്ഡ് ഡീപ്പ് സ്ലാറ്റ് കൊണ്ട് വെക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഈ ഇടയ്ക്ക് അങ്ങനെ വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. നമുക്കിവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഇപ്പോഴത്തേക്ക് നമുക്ക് ഓരോ സാധനങ്ങളും ഇങ്ങനെ അടുക്കിക്കൊണ്ട് വെക്കണം. ഇതെന്താ ഇവിടെ എന്നാ വെക്കേണ്ടത്, ഇവിടെ എന്നാ വെക്കാം, അങ്ങനെയൊക്കെയാണ്. ഇപ്പം എനിക്ക് ഇവിടെ ഇത്തിരി സ്പേസ് കിടപ്പുണ്ട്. പക്ഷേ ഞാൻ അവിടെ ഒന്നും ഇത് കണ്ടില്ലേ, ഇവിടെ ഇത്തിരി സ്പേസ് കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും വെക്കാത്തതാണ്. അങ്ങോട്ടൊന്നും വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡ് ഇരിപ്പുണ്ട്. ഞാൻ കുക്ക് ചെയ്തിട്ട് വരാം കഴിച്ച്. അല്ലെങ്കിലേ അല്ല പണിയും കിട്ടുന്ന സമയമാണെങ്കിലേ എൻ്റെ കയ്യിൽ ഫുഡും ഇല്ല പറയണ പോലെ. പക്ഷേ ഹെൽത്തല്ല, ഫുഡ് ഇവിടെയൊക്കെ ഇനി ഫുഡ് കഴിപ്പിക്കണം. എനിക്ക് എൻ്റെ കയ്യിൽ അങ്ങനെ നമുക്ക് ഒരു സ്റ്റാക്കൊക്കെ അടുപ്പിച്ചിട്ട് ഇതാകുമ്പോഴാണ് ഇതാണ് ഞങ്ങൾക്ക് കൈപ്പിടിച്ചേക്കാം. ഇനി ഡീസലായിട്ടൊക്കെ വീട്ടിലിങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റോണൊക്കെ എടുത്ത് പൊട്ടിച്ച് മാറ്റുമ്പോഴത്തേക്കും വീട് ഒരു ലുക്കായിരിക്കും. കണ്ടില്ലേ, ഡീസലായിട്ട് ഈ ഒരു പോളിഷ് ഡീസലായിട്ട് നമ്മുടെ വീടിന് നല്ല ചേർച്ചയാന്ന് തോന്നണം കേട്ടോ ഗൈസ്. നല്ലൊരു ലുക്ക് വരുന്നുണ്ടെന്ന്. അല്ല ഞാനതേ എല്ലാം കുഴപ്പമുണ്ടോയെന്ന് നോക്കുന്നതാണ്. നമുക്കിത് ഈ ഒരു 2 ബ്ലോക്ക് കൂടെ വെച്ചിട്ട് പോവാം. ഇതേതോ ഡോർ, ഇവിടെ നോക്കി ഈ ഡോർക്ക് കാണാം. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഈ ഡോർ അടച്ചിട്ട് നേരെ ഇങ്ങോട്ട് കയറി കടന്നു തുടങ്ങാം. ഇത് ഏത് മോൺസ്റ്റേഴ്സാ? എനിക്കും അറിയാമില്ല, ഇവന്മാരെ ഒന്നും പറയാനുണ്ട്. മോൺസ്റ്റർ അടുത്തുണ്ട്. ഞാൻ രാവിലെ അങ്ങനെ ആയിട്ടില്ലല്ലോ. ഓക്കെ, ഇപ്പം ശരിയായിട്ടുണ്ട്. നമുക്ക് ഈ ഡീപ്പ് സ്ലാറ്റ് ഫുള്ള് ഈ വീട്ടിൽ നിറച്ചിട്ട് നമുക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവില്ല. ഇവിടെ എവിടെയൊക്കെയോ മുമ്പുണ്ട്. ഇവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയാൻ മേലെ. ഒരു ഡോറങ്ങ് പൊട്ടിച്ച അപ്പുറത്തോട്ട് പോയാ നമുക്കൊരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഈ കോബൽ സ്റ്റോൺ വെച്ചിട്ട് ഈ ഒരു പോളിഷ്ഡ് ഡീപ്പ് സ്ലാറ്റ് വെച്ചിട്ട് നമുക്കിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വീടിനൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തൊക്കെ എടുക്കണം. ഇപ്പോൾ വീട് ഇപ്പോൾ ഇത്രയൊക്കെ കിടക്കണേ. ബാക്കി ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ടേയല്ലോ, ഞാനിപ്പോൾ ഉള്ള ഡീപ്പ് സ്ലാറ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് നോക്കിയത്. ഓക്കെ, ഇനി ഒറ്റ ഡീപ്പ് സ്ലാറ്റും കൂടെ ഉള്ളൂ. അത് ഇവിടെ വെക്കാനേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിലെ ഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. കാരണം കുറച്ച് സ്റ്റോണിൻ്റെ ഇതൊക്കെ കുറക്കണം. നമുക്ക് ഇതൊക്കെ ഇപ്പോൾ ഇത്ര മതി.
നമുക്കിപ്പോൾ അയൺ പോയി കണ്ടുപിടിക്കാം. അയൺ കണ്ടുപിടിക്കാനുള്ള സ്ഥലം എനിക്കറിയാം. ഗൈസ് ഞാൻ ആദ്യം ഈ ടൂളൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ. അയൺ പിക്കാക്സ് ഇപ്പോൾ ഞാൻ കൈ പിടിച്ചതാ. അല്ല നമുക്കൊണ്ട് സ്റ്റോൺ തന്നെ മതി. ആദ്യം ഒരു പുതിയ പിക്ക്. ഞാൻ സ്റ്റിക്ക് എടുത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കണം. അതിന് മൈൻ ചെയ്യാൻ പോകണം. എൻ്റെ കയ്യിലിപ്പോൾ ഒന്നും ഇരിപ്പില്ല. ഇത് കണ്ടില്ലേ, ജസ്റ്റ് ഫുള്ള് ലോഡായി. ഇപ്പം ഞാൻ പോയി ഗൈസ്, അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടെ കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. ഇപ്പം എനിക്ക് അതേ മാർഗമുള്ളൂ. കുറച്ച് വുഡായിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല. നമുക്ക് പോയി കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള വുഡിലാണ് ഞാനിപ്പോൾ ഈ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചത്. പുറത്തോട്ട് ഓടിയാൽ പോയാൽ മതി. വല്ല മൂന്നുകൊണ്ടേക്ക് പെട്ടു. ഒരു വീട് എന്തായാലും നശിപ്പിക്കാൻ എനിക്കൊരു ഉദ്ദേശമില്ല. പുറത്തെ സ്റ്റോണാണ് കിടക്കണമെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഈ സ്പ്രൂസിലൊക്കെ പോയി പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് വേഗം പൊടിച്ചിട്ട് നമുക്ക് വേഗം പോയിട്ട് അയൺ കണ്ടുപിടിക്കാൻ പോകണം. അതിന് മുന്നേ ഫുഡൊക്കെ കൈ പിടിച്ച് വെച്ചേക്കാം. ഗൈസ്, പിന്നെ എനിക്ക് ആ ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് സാൻഡ് വേണം. അതായത് വെള്ളത്തിൽ ബ്രീത്ത് ചെയ്യാനുള്ള ആ ട്രിക്ക് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സാൻഡ് ഇരിപ്പില്ല. ഞാനെല്ലാം എൻ്റെ കയ്യിൽ ജസ്റ്റിലിരിപ്പുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സാൻഡ് കുറച്ച് എടുക്കണം. ഞാൻ കുറച്ച് വുഡ് ബ്ലാക്സ് എങ്കിലും ഉണ്ടാക്കട്ടെ. 32 ഉണ്ടാക്കണം. എനിക്കുള്ള ഫുഡ് മുഴുവൻ എടുത്ത് വെക്കാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിലൊന്നും കാണത്തില്ല. ഇവിടെ ഒന്നും ഇല്ല. വീടിനകത്ത് തന്നെ നമ്മൾ വീടിനകത്ത് പോകും. എന്ത് പറയാനാ, ചില സമയം ഭയങ്കര ലാഗാണ് ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ ഈ വഴിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇന്ന് ഞാനിപ്പോൾ ഇത്തിരി മുന്നേ ഇട്ട വീഡിയോയിൽ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റി. പറയണ പോലെ ഇനിയിപ്പോൾ ടോർച്ച് ഉണ്ടാക്കാനായിട്ട് സ്റ്റിക്കില്ല. ഒന്നിനിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കൊന്നും ഇല്ല. ബിക്കോസ് ഞാൻ ആദ്യമേ ഇത് ഇവിടെ 3 സ്റ്റിക്ക് ഇരിപ്പുണ്ടല്ലോ. ഇപ്പോഴത്തെ വെച്ച സ്റ്റിക്ക ഒരു 12 സ്റ്റിക്ക് ഉണ്ടാക്കി ഈ ഒരു ഫുഡും കൂടെ വെച്ച് ഇത് ഇരുന്നോണ്ട് ഈ സ്റ്റിക്ക് ഇരുന്നോണ്ടാ. നമുക്കൊരു ഡോർ വേണം. ഒരു സാൻഡ് ഇരിപ്പില്ല. സാൻഡ് ഇല്ലെങ്കിലും ഡോർ മാത്രം പറയാം. ഡേർട്ട് മതിയായിരിക്കും, എനിക്കറിയില്ല. ഇനിയിപ്പോൾ സാൻഡ് വേണമെന്ന്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോയി സാൻഡ് എടുക്കണം. ഞാൻ പോയി സാൻഡ് എടുത്തിട്ട് വരാം ഗൈസ്. എന്നിട്ട് ഈ കോബർ സ്റ്റോൺ എടുത്ത് മാറ്റി പിടിച്ച് മൊത്തത്തിൽ പറഞ്ഞൊരു 3 എണ്ണം. 1 ഹെൽത്തുമില്ല, ഞാൻ പറഞ്ഞില്ല മിസ്. പിന്നെ വീടൊക്കെ ഒരുവിധം അടിപൊളിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ പോയി നിങ്ങളെ പറഞ്ഞ കാര്യത്തിലോട്ട് കിടക്കാം. അല്ലെങ്കിലേ ഞാനിപ്പോൾ എന്തായാലും മട്ടൻ കഴിക്കുന്നില്ല. മട്ടൻ കഴിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ നല്ല ഫുഡിന് കിടം കാച്ച ഫുഡ്സിലൊന്നും കാണത്തില്ലൊന്നും. ഓക്കെ, ഇനി ഇൻവെൻട്രോടിക്കകത്തുനിന്ന് ഈ ഒരു സ്റ്റോണും അങ്ങെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോണും കൂടെ വെക്കാമായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഒന്നിനും സ്ഥലമില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ഈ ഒരു വാർച്ചോപ്പം കഴിച്ചിട്ട് ഓക്കെ. അപ്പോൾ നേരെ പോവാം. ഞാൻ എന്തായാലും അടിയിലോട്ട് വരുന്നില്ല. ഇവിടെ കാര്യമായിട്ടെല്ലാം ഉണ്ട്, പക്ഷെ ഡീപ് ഫ്ലാറ്റ് ലെവലിൽ ഞാൻ ഇന്നലെ അവിടെ ഇന്നലെ അതായത് ഇനിഞ്ഞാന്ന് മൈൻ ചെയ്യാൻ പോയ അടുത്ത് ഇങ്ങോട്ടാണല്ലോ കുറച്ചിത് കണ്ടായിരുന്നു. ഒന്നും കൂടെ താഴെയാണ്, പക്ഷെ അങ്ങോട്ട് പോവാനായിട്ട് ഈ ഒരു അതായത് ഇവിടെ നിന്ന് ഇത്തിരി നേരെ പോയതിൻ്റെ താഴത്തോട്ട് പോകണം. വെളിച്ചം പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരുട്ടാ. ഞാൻ അറിയാണ്ട് പിടിച്ച് നിൽക്കുക. അപ്പം ഇവിടുന്ന് 2, 3
4 5. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി ബ്രീത്ത് എടുത്തിട്ട് പോവാം. ഒന്നും കൂടെ ലൊക്കേറ്റ് ചെയ്ത് വെക്കാം. 1 2 3 6 ബ്ലോക്ക് അടിയിലോട്ടാണ് ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസിൻ്റെ അടുത്ത എപ്പിസോഡ് ഇനി വരാൻ പോകുന്നത് നാളെ കഴിഞ്ഞാൽ പിന്നെ വീഡിയോസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഇവിടെ നിന്ന് 2 ബ്ലോക്ക് നീളത്തിൽ മൈൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് അടിയിലോട്ട് ഇങ്ങനെ ഡയറക്റ്റ് കുഴിച്ച് പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. ഇവിടെ നിന്ന് 2 ബ്ലോക്ക് വെച്ചിട്ട് കുഴിച്ച് പോവാം. ഇവിടെ ജസ്റ്റ് ഇവിടെ നിന്ന് 3 ബ്ലോക്ക്. ഓക്കെ ഇനി ഇവിടെ നേരെ പോയിട്ട് ഇവിടെ 1 സ്ഥലം എവിടെയാന്ന് ഞാൻ ഒന്നും കൂടെ ഒപ്പിച്ചോട്ടെ ഗൈസ്. ഓക്കെ, ഈ ഒരു എനിക്ക് ആ സ്ഥലം അങ്ങനെ ഒട്ടായിട്ട് കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. ഫുള്ള് കിട്ടി. ഇവിടെ നിന്നുള്ള 3 ബ്ലോക്ക് എങ്ങാണ്ടാണ്. ഞാൻ നിൽക്കുന്ന ഈ ബ്ലോക്കാണോ നോക്കണ്ട. അല്ല, അതെ ഈ ബ്ലോക്കാ. അയ്യോ, ചാവരുത് ചത്തില്ല. അതെ ഇവിടെയാണ് ഗൈസ്. ഇവിടത്തെ അല്ല, ഇവിടെ മാഗ്മ ബ്ലോക്ക് ഉണ്ട്. മാഗ്മ ബ്ലോക്കിൻ്റെ അടുത്തിട്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ പോയാന്. ഓക്കെ, ഇങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം പോയി. കയറിയിരിക്കുന്നു വെള്ളമായിരുന്നു. ഭയങ്കര ഒഴുക്കിന്ന് രക്ഷപ്പെടാൻ എന്നെ കാണാം. അതെ ഇവിടെയാണ് ഞാൻ നിൽക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ കിട്ടി ഗൈസ്. വെള്ളത്തിൽ നിന്ന് ഇത്രയും കൂടെ ഒന്ന് കയറിപ്പോയായിരുന്നെങ്കിൽ ഞാൻ പെട്ടി. വെള്ളം വരരുത്. രക്ഷപ്പെടാനായിട്ട് എനിക്കൊരു വഴിയുമില്ല. ഓക്കെ, ഇനി താഴത്തോട്ട് പോ. അയ്യോ, റെഡ് സ്റ്റോൺ ഡയമണ്ട് ഉണ്ട്. ഇവിടെ ഡയമണ്ട് ഉണ്ട് ഗൈസ്, എനിക്ക് ഉറപ്പാണ് ഇവിടെ ഡയമണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ബ്ലോക്കാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഗ്യാപ്പിരിക്കണ്ട. നമുക്ക് വെള്ളത്തിലായാലും ഇറങ്ങി പോകാമല്ലോ. ഇനിയിപ്പോൾ ഈ സെക്കൻഡ് ബ്ലോക്കിൻ്റെ തൊട്ടടുത്തുള്ള ബ്ലോക്കാണ്. ഇതിൻ്റെ അടുത്തെവിടെ കേവ് ഉണ്ടല്ലോ. എനിക്ക് ഇറങ്ങി കയറി പോകണം. പെട്ട് ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞോന്നുണ്ട് ഡൗട്ട്. ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്നും കുറഞ്ഞല്ലോ ടോയ്സ്. ഇവിടെ സ്റ്റോണിൻ്റെ പൊട്ടിയിരിക്കണതാ. ഞാൻ ഇവിടെ എന്നെ കാണിച്ചാണോ പെട്ടിരിക്കുന്നത്?
ഇവിടുത്തെ ഈ ബ്ലോക്കിലാണ് ഞാൻ പെട്ടിയിരുന്നത്. ഓ ഈ വെള്ളത്തിൻ്റെ അതിൽ പോകണമെങ്കിൽ കുഴപ്പമില്ല. ഇവനോട് വേറെ വഴിയുണ്ട്. ഓ അങ്ങനെ പുറത്തൊരു വിധ കിട്ടി. ഇവിടെ ആ ഓക്കെ കിട്ടി. ഈ സെക്കൻഡ് ബ്ലോക്കിൻ്റെ, അതായത് സെക്കൻഡ് ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലുള്ള ബ്ലോക്കിൽ നിന്നാണ് കേട്ടോ അയം കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ നടിയിലോട്ടൊന്ന് മൈൻഡ് ചെയ്ത് പോയാൽ ഇവിടെയാണോ എന്തോ എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പോണ രീതി കറക്റ്റ് ആണെങ്കിൽ കിട്ടുമായിരിക്കും. ഒന്നും കൂടെ ഞാനിപ്പോൾ നോക്കണം. അങ്ങോട്ട് പോകരുത്. ഓക്കെ ഓക്കെ ഞാൻ പറയുന്നതോട് ശരിയാണ്. ഇത് ഇവിടുത്തെ ഈ ഒരു ബ്ലോഗാണ്. ഇപ്പം ഇനിയിപ്പോൾ തിരിച്ചും പോകണം. പക്ഷേ ഓ കറക്റ്റ് ഈ ബ്ലോക്ക് ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് അതിനുള്ളത്. തൊട്ട് ഫ്രണ്ടിലുണ്ട് ഇതിൻ്റെ. നമ്മളങ്ങനെ തിരിച്ച് കയറുന്ന ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. സ്റ്റെപ്പ് ഇട്ട് കയറാം, അല്ലാണ്ട് പിന്നെ ഞാൻ ഈ ഒരു വഴി അടച്ചേക്കാം. കുറച്ച് ഫുഡ് അടിച്ചേക്കാം. ഇനി ഒരു ലൈറ്റും വെക്കാം. ഓക്കെ കറക്റ്റ് ഈ ബ്ലോക്കിനാണ് കറക്റ്റ്. എനിക്ക് ഉറപ്പാണ് കറക്റ്റ് ഈ ബ്ലോക്ക് തന്നെ. തിരിച്ചു കയറാനായിട്ട് എൻ്റെ കയ്യിൽ ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ. ഓ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ അയണെല്ലാം ഞാൻ ഇന്ന് എടുത്തോണ്ട് പോകും. ഞാൻ ഇന്ന് എടുത്തോണ്ട് പോകരുതായിട്ട്. വെള്ളത്തിൽ നിന്നൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. സമാധാനമായി. ആ ഒരു അയണം കൂടെ എടുത്തോണ്ട് പോയി. ഈ ഒരു സ്റ്റോൺ അങ്ങ് എടുത്തോണ്ട് പോ. ഇനി നമുക്ക് കുറച്ച് അയം കിട്ടിയിട്ടുണ്ട്. ഒരു കോപ്പർ ഉണ്ടാക്കാനായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ എത്ര അയണം ഉണ്ട്? 5 അയണം. കറക്റ്റ് 5 എണ്ണം. ഒരു കോപ്പർ ഉണ്ടാക്കാം. ആ ഒരെണ്ണം മതി ഗൈസ്. ഒരെണ്ണമായാലും മതി നമുക്കിനി. ബെസ്റ്റ്. ഇത് എന്നാണ് കീറിപ്പോ. ഓക്കെ നമുക്ക് ഒരു കോപ്പർ ഉണ്ടാക്കാനുള്ള ഒരൊറ്റ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണമെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ സൈസ് പോകും. നിൽക്ക് ഞാൻ കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങാം. ഇപ്പോൾ രാത്രി ആയിരുന്നു. ഇത്ര നേരം കഴിയുമ്പോഴത്തേക്ക് രാത്രിയാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. നമുക്ക് വേണ്ടി ഇനി ഒരു കോപ്പർ ക്രാഫ്റ്റ് ചെയ്യണം. ഒരു ഫർണൈസ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ ഇരിപ്പുണ്ട്. ഇവിടെ നമുക്കിനിയിപ്പോൾ ഇവിടെയാണ് മൈൻ ചെയ്യേണ്ടത്. ഓക്കെ ഒരു ഫർണൈസ് ഉണ്ടാക്കാം. ഇനി ഒരു ഫർണൈസ് എടുത്ത് ഇവിടെ വെക്കണം. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ വെച്ചാൽ ഇവിടെ ഞാൻ മൈൻ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. ഇനി ഇവിടെ നമ്മുടെ പിന്നെ വുഡില്ല. വുഡിനി അപ്പോൾ ഞാൻ മേളിൽ പോയി ഇനി ഒന്ന് ഇതാക്കി മൈൻക്രാഫ്റ്റിൻ്റെ ആക്കണ്ടല്ലോ ഗൈസ്. നേരെ കാര്യം ചെയ്യാം ഗൈസ്. ഞാൻ മേളിൽ പോയിട്ട് കുറച്ച് എനിക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഈ വുഡെല്ലാം അങ്ങനെ കത്തിച്ച് കളയാൻ പറ്റും. എന്തോ ഒരു ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക ഗൈസ്. അതാണ് കുറച്ച് ടൈം എടുത്തെങ്കിലും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അയം കിട്ടിയില്ല. ഒരു ഇങ്ങോട്ടയൻ ഇരിപ്പുണ്ട്. എൻ്റെ ചെസ്റ്റിനകത്ത് പറഞ്ഞ ഇരിപ്പുണ്ട്. അന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം അയൺ പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കും ഒരെണ്ണം ബാക്കി വന്നായിരുന്നു. അങ്ങനെ ആണെങ്കിൽ മൊത്തം 6 എണ്ണം ബാക്കി വരും. ചെസ്റ്റിനകത്ത് ഒരെണ്ണം ഇരിപ്പുണ്ട്. നമ്മുടെ നമുക്ക് വേസ്റ്റായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതെടുക്കുക. സ്ലാബ് ഇനി നമുക്ക് ആവശ്യമൊന്നുമില്ല.
കുറച്ച് സ്പേസും കിട്ടിയിട്ടുണ്ട്. ലാബിൽ നിന്നിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ പോയി ക്രാഫ്റ്റ് ചെയ്യാം. എനിക്കല്ലെങ്കിൽ ഞാൻ എന്തായാലും ട്രീ ഫാം ഉണ്ടാക്കാത്തതെന്ന് വെച്ചാൽ ട്രീ ഫാമിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ എനിക്ക് തൽക്കാലത്തേക്കില്ല. ഓക്കെ, ഇനി ഇതെല്ലാം എടുത്ത് ഈ വേസ്റ്റ് ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് കത്തിക്കാം. 5 എണ്ണം മതി ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് 5 എണ്ണം വെച്ചിട്ട് ഒരു ഹോപ്പർ ഉണ്ടാക്കാം. അതുവരെ ഇതിപ്പോൾ ഹോപ്പർ ആവുന്നത് വരെ ഞാൻ പോയി മൈൻ ചെയ്യട്ടാ. ലാവ ഇട്ടുവാണെങ്കിൽ ബക്കറ്റ് എടുക്കുക, ലാവ എടുത്ത് ഒഴിക്കുക. ലാവയും കൂടെ വേണം നമുക്കിനി ഉണ്ടാക്കണമെങ്കിൽ. ഇത്ര ഒട്ടൊന്ന് കയറുന്നു. ഇനി ഒരു ഓക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാകുന്ന വരെ നമുക്ക് ഇവിടെ പോയി മൈൻ ചെയ്യാം. ഇതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ വേഗമായിട്ട് ബെറ്റർ. എൻ്റെ കോളൊന്നും ഇരിപ്പില്ല, നമ്മുടെ ടോർച്ചൊക്കെ തീരാറായിട്ടുണ്ട്. ഓഹ്, ഇനിയിപ്പോൾ എന്ന് തീരാനാണ് ഈ മൈൻ. ഓക്കെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ബെഡ് വെച്ചിട്ട് ഇതന്നെ നൈറ്റിലെ കിടന്നുറങ്ങാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ എന്തി ചേടാ നമ്മുടെ ഫർണേഴ്സൊക്കെ എന്ത് ഞാൻ കേവ ഹോപ്പർ കാണാനില്ലല്ലോ. ഓ, ചെസ്റ്റ് എടുത്തില്ല. ചെസ്റ്റ് വേണോ ഹോപ്പറിന്? ഞാൻ പോയേ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയി ചെസ്റ്റ് എടുത്തിട്ട് വരണം. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഞാൻ പോയി കോളും കൂടെ എടുത്തിട്ട് വരാം ഗൈസ്. ഞാനിപ്പോൾ അവിടം വരെ പോകുമ്പോഴത്തേക്ക് ഈ സമയം വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് അവിടം വരെ ചെന്നിട്ട് കാണാം കേട്ടോ ഗൈസ്. ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. രാത്രിയാണോ? അല്ല, അപ്പോഴത്തേക്ക് നമുക്ക് ഇനിയൊരു ചാർക്കോളാണ്. ഇതന്നെ കോളായിരുന്നു, ഞാൻ ചാർക്കോളായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, കോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചെസ്റ്റാണ്. 2 ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം ഉണ്ടോ? 1 എണ്ണം മതി. ഒരു ചെസ്റ്റ് മതി, ഒരു ഹോപ്പർ. ഇനി നമുക്ക് ഒരു ഹോപ്പർ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉള്ളൂ. മൊത്തം 20 എണ്ണം വേണം. സ്റ്റോറേജ് ഏരിയ ഞാൻ യൂസ് ചെയ്യാറായിട്ടില്ല. അങ്ങോട്ടൊക്കെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ അങ്ങനെ ഈ വേൾഡിൽ നമ്മുടെ ആദ്യത്തെ ഹോപ്പർ ഇതാ റെഡിയായി. ഇനി നമുക്ക് ഒരു 20 ഡോട്ട്സും കൂടി ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോപ്പറിൻ്റെ ഇതിനകത്തിരിപ്പുണ്ട്. ഇങ്ങോട്ടൊരു ടോർച്ച് വെച്ചിട്ട് ബാക്കി മൈനിങ് തുടരുന്നതിന് മുമ്പ് ഒരു പിക്കാക്സും കൂടെ നൈസായിട്ട് ഇവിടെ നെയിം ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ഒരു സാധാ പിക്കാക്സും കൂടെ ഒരെണ്ണമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ പോയാലും ഒരു പിക്കാക്സും കൂടെ എക്സ്ട്രാ കൊണ്ടുപോകണമെന്നല്ല. ഇവിടെ ഈ ലെവലൊക്കെയാണ്, ഇവിടെ ഗ്രാനൈറ്റ് ലെവലായി നമ്മൾ മൈൻ ചെയ്ത്. എല്ലായിടത്തും ഞാൻ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഗോൾഡ് കിട്ടും, അയൺ കിട്ടും, കോൾ കിട്ടും. അവിടെ റെഡ് സ്റ്റോൺ ഉണ്ടായിരുന്നു, ഇപ്പം തന്നെ കണ്ടിട്ട് ഡീപ് സ്ലാറ്റ് പോയി. ഞാൻ എപ്പോൾ മൈൻ ചെയ്തിറങ്ങിയത് അപ്പം അവിടെ ഒന്നും കാണില്ല. ഈ ഒരു ഡീപ് സ്ലാറ്റും ഗ്രാനൈറ്റും ഡിയോറൈറ്റും. എനിക്ക് എന്തെങ്കിലും സ്റ്റോണാ. ഇൻവെന്ററി ഫുള്ളായാൽ എനിക്ക് പണി കിട്ടും, മിക്കവാറും പണി കിട്ടും. എനിക്ക് ശരിക്കും കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് നോക്കണ്ട.
നൈറ്റിൽ കിടന്നുറങ്ങാൻ പറ്റും. ബെഡും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മൈൻഡ് ചെയ്യുമ്പം രാത്രി ആയാലൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു നമ്മളിപ്പോൾ മൈൻഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തുണ്ടല്ലോ, അവിടെ എന്തായാലും എനിക്ക് ഉറപ്പാണ് ആ ഒരു ഔട്ട്ലൈൻ സെക്ഷൻ ഓൺ ചെയ്തുകൊണ്ട് എനിക്ക് മനസ്സിലാവും അവിടെ എന്തായാലും ഡയമണ്ട് ഉണ്ട്. അവിടെ ഒരു 1.5 സ്റ്റാക്കും ഒക്കെ പോലെ അവിടെ ലാപ്പീസ് ഇരിക്കുന്നത്. ഇപ്പം ഡിയോറായിട്ടില്ല അവിടെ. ഇതൊരു മൈനസ് പോലെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ടോർച്ച് നമുക്ക് ലാവിഷാക്കിയിട്ട് കളയാൻ പറ്റത്തില്ല. വേണം നമുക്ക് നൈറ്റ് വിഷൻ്റെ ആ ഒരു ഇത് കുടിച്ചാൽ മതി. പോഷൻ കുടിച്ചിട്ടുള്ള സംഭവം നമുക്ക് അയ്യോ സോഡാ. പക്ഷെ എൻചാൻറ്റ് ചെയ്യാനായിട്ട് അനീവൽ കിട്ടിയിട്ട് ഒരു AFK ഫിഷ് ഫാമും കൂടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ AFK ഫിഷ് ഫാം ഉണ്ടാക്കാനായിട്ട് ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കണ്. പിന്നെ ആർക്കെങ്കിലും സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലെടുത്ത്, അതായത് കോബസ്റ്റോൺ മറ്റേ സ്റ്റോൺ ജനറേറ്ററിൻ്റെ ഇതിന് വീഡിയോ ആണ്. അതിനകത്ത് ഞാൻ നെതർ പിക്കാക്സ് ഇതാക്കിയിട്ട് എടുത്തുള്ളത് കാണുന്നുണ്ട്. ഈ റീസെറ്റ് കിട്ടുന്ന ഒരു നല്ലതാണ്. കാരണം നമുക്കിപ്പോൾ നേരെ ഇതിനെ പോളിഷ്ഡ് ഡീപ് സ്ലാറ്റ് ആക്കാൻ പറ്റും. ഞാൻ അല്ലെങ്കിലും ഇതിനെ പോളിഷ്ഡ് ഡീപ് സ്ലാറ്റ് ആക്കാനാണ് പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വീട് ഇത് വെച്ച് പണിയാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. ആ ഒരു സിൽ ടച്ച് കിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാം. ഈ സ്റ്റോണ് കിട്ടുന്നത്. പിന്നെ സിൽ ടച്ച് തന്നെ മറ്റേ എൻ്റെ ഒരു ഷവലിന് ആഡ് ചെയ്തായിരുന്നെങ്കിൽ അതിൽ കൂടെ എനിക്ക് ഗ്രാസ് കിട്ടും. അത് കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ലാഗ് അടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇത്രയും നേരമായിട്ട് മൈൻഡ് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. വലിയ രാത്രി കൊണ്ട് സമയം കഴിഞ്ഞല്ല. അത് തന്നെ രാത്രി കൊണ്ട് സമയം കഴിഞ്ഞ് കുറേ നേരമായി ഞാനിവിടെ കിടന്ന്. ഗുഹയിലൊക്കെ കിടന്നാണ് ഉറങ്ങേണ്ടി വരുന്നത്. കണ്ടില്ലേ, ദൂരെ നോക്കുക നിങ്ങൾ. മൈൻഡ് ചെയ്ത് പിന്നെ എനിക്ക് ഞാൻ ഡയമണ്ട് കെട്ടാനുള്ള ട്രിക്സ് ഇവിടെ കേവല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് കേവാണ്. അതായത് ഇവിടെ 2 ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഡയറക്റ്റ് നേരെ പൊട്ടിക്കുന്ന ഒരു ഇതുണ്ട്. ഇവിടെ ഡീപ് സ്ലാറ്റ് ലെവല മൈനസും. ഒരു മിനിറ്റ് -12 എനിക്ക് ട്രിക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റിക്കെല്ലാം വെച്ചിട്ട് വേണ്ട ഞാനിങ്ങനെ മൈൻഡ് ചെയ്തോളാം. എൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ഇരിപ്പുണ്ട്. ഇവിടെ എവിടെ ഒരു കേവിൻ്റെ ഒരു നോയ്സ് കേൾക്കുന്നു. ഇതിൽ കേവിൻ്റെ അടിയിൽ കൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഭയങ്കര കേവിൻ്റെ നോയ്സാണ് ഇവിടെ ഉള്ളത്. എൻ്റെ സ്റ്റോറേജ് ഏരിയയുടെ അടുത്ത് ഇന്നലെ നിങ്ങളെൻ്റെ വീഡിയോ കാണുമായിരുന്നെങ്കിൽ അവിടെ ഒരൊച്ച കേൾക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് മീറ്റ് ചെയ്യും. മൈൻഡ് ചെയ്ത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ മേടിക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് ഞാൻ ഇപ്പുറത്തെ വശം കൊണ്ട് മൈൻഡ് ചെയ്ത് വന്ന സ്ഥലമാണ്.
ഇപ്പുറത്തെ വശം കൊണ്ട് മൈൻഡ് ചെയ്തുന്ന സ്ഥലമാണ്. ഞാൻ ആദ്യമേ വിചാരിച്ചൊരു കേവാണെന്നാണ്. ഞാൻ ഒന്നും കൂടെ മൈൻഡ് ചെയ്ത് പോയിട്ട് വന്നു. ഓക്കെ ഗൈസ്, മൈൻഡ് ചെയ്ത് ഉണ്ടായിരുന്ന പിക്കാക്സ് പൊട്ടിപ്പോയി. ഇവിടെയാണ് ഗൈസ് -12 ഉള്ളത്. ഇവിടെ നിന്ന് സൈഡിലോട്ട് ഒരു മിനിറ്റ് ഗൈസ്. ഇപ്പം ഞാൻ ഇവിടെ ഞാൻ ഈ ഒരു -12 മൈൻഡ് ചെയ്ത് നോക്കട്ടെ. അവിടെ എന്തോ പിന്നെ ഞാൻ ആ മൈൻഡ് ചെയ്ത് വന്ന ഒരിടത്ത് നിങ്ങളെ കാണിച്ചില്ല. അതാണ് ഞാൻ ആദ്യമേ നമ്മൾ നേരെ അന്ന് മൈൻഡ് ചെയ്തുകൊണ്ട് പോയ സ്ഥലം. ഞാൻ ഇനിയൊരു വുഡ് പ്ലാങ്ക്സ് എടുത്തുകൊണ്ട് പോകേണ്ടി വരും. പുതിയ പിക്കാക്സ് ഉണ്ടാക്കി, ഒരു ഷവലും ഉണ്ടാക്കി, കൈ പിടിച്ച് ഈ ഷവൽ ഇവിടെ ഈ ബെഡെടുത്തിട്ട് ഇതിന് വരം വെച്ചാൽ മതി. ഇറങ്ങി പോകാൻ സുഖം, പോകാനേ പാടുള്ളൂ. നൈറ്റല്ല, -12 എവിടെയാണ് ആ ഭാഗത്ത് ഞാൻ നിൽക്കുള്ളൂ. മൈൻഡ് ചെയ്ത് ഞാൻ എവിടം വരെ ആദ്യം നോക്കുക. ഈ ഒരു സ്റ്റെപ്പിലാണ് -12. ഈ ഒരു മാത്രമല്ല ഡയമണ്ട് ഉണ്ടാകും. എനിക്കറിയാവുന്ന സ്ഥലമാണ് ഇത്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് പോകുന്ന സ്ഥലമാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് മൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമൊക്കെയാണ്. നിങ്ങൾ കാണുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും ഒന്നുമില്ല. ലാസ്റ്റ് മൈൻഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ശശിയായി. എത്രയായിരുന്നു കുത്തിപ്പിടിച്ച് കഴിഞ്ഞത്. ഈ ഒരു ലാസ്റ്റിലേക്ക് കിട്ടുന്ന ഈ ഒരു റിയറായിട്ടല്ല, അത് ഈ ഒരു ഗ്രാവൽ മൈൻഡ് ചെയ്ത് സത്യം പറയാൻ മടുത്തു. കുറേ നേരം -12 കഴിഞ്ഞിപ്പോൾ 20 ഇപ്പം ഞാനിനി എവിടെ പോയി മൈൻഡ് ചെയ്യാനാണെന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ആകെ അറിയാവുന്ന എൻ്റെ വീടിൻ്റെ കേവിൻ്റെ പൊക്കത്തുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോഴേക്ക് നിങ്ങൾ ഇത്രയും കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ എന്താ പറയുക വീണ്ടും കാണാം. അപ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ ഒന്നും വിചാരിക്കരുത് ഗൈസ്, ഇപ്പം എനിക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് വേഴ്സ് മാറ്റിയിട്ട് ഓക്കെ ലാഗ് ഓടിച്ച്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ബൈ. ഗൈസ് ബൈ പറയുന്നതിന് മുന്നേ ഇതാണ് ഗൈസ് എൻ്റെ ക്യാരക്ടർ. കണ്ട ഞാൻ എൻ്റെ 3rd person ബാക്കും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ ക്യാരക്ടറിൻ്റെ നേരെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഇതെടുത്ത് ഓക്കെ. ഇത് കയറി പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു പണിയാണ്. ഗ്ലിച്ച് അടിച്ചല്ലേ പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ എല്ലാവർക്കും ബൈ.